ലുക്ക് അറ്റ് ദ പിക്ചർ. ഒരു കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്ന, അല്ലെ, റെയിൽ പാളം കാണാൻ നിങ്ങൾക്ക് ഒരു ടെഡി ബെയറിനെ ഒക്കെ പിടിച്ചിട്ട് ഒരു പയ്യൻ അവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന ഒരു ഇമേജ് ആണ്. Now, why did I put this is, നിങ്ങൾ എല്ലാവരും തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കാർ വന്ന് നിൽക്കുന്നതും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, അവിടെ വരുന്ന ഓരോരുത്തരുടെയും മുഖത്തുള്ള ഭാവങ്ങൾ വേറെയാണ്, അല്ലെ. ചിലർ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു, ചിലർ കിട്ടുന്ന ട്രെയിനിന് ചാടി കയറാനായിട്ട് ശ്രമിക്കുന്നു, അക്ഷമരായിട്ട് കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ചിലർ ചിലപ്പോൾ പ്രാകുന്നുണ്ടാവും, ഇന്ത്യൻ റെയിൽവേ എന്തുകൊണ്ട് ട്രെയിൻ വരുന്നില്ല കറക്റ്റ് സമയത്ത് എന്നൊക്കെ. പക്ഷെ ഒരു ചെറിയ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലോ, ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിലോ, ആ കുഞ്ഞൊരിക്കലും ഒരു കാര്യത്തെക്കുറിച്ചും പരാതി പറയുന്നില്ല. എത്ര നേരം വേണമെങ്കിലും നിൽക്കാൻ ആ കുഞ്ഞു റെഡിയാണ്. ജസ്റ്റ് ലൈക്ക് വാട്ട് ഹി പുട്സ് ഇൻ. ഒരു എക്സാമ്പിളിലൂടെ അദ്ദേഹം പറയുകയാണ്. ഫോർ ഇൻസ്റ്റൻസ്, വി ഓഫൺ ഹിയർ ഗ്രോൺ അപ്പ് people complaining of having to hang about a railway station and wait for train. Did you ever hear a small boy complaining of having to hang about a railway station and wait for a train? No. For to him, to be inside a railway station is to be inside a cavern of wonder and a palace of poetic pleasures. Because to him, the red light and the green light on the signal are like a new sun and a new moon. Because to him, when the wooden arm of the signal falls down suddenly, it is as if a great king had thrown down his staff as a signal and started a freaking tournament of trains. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അവിടെ നിന്ന് കാണുന്ന ചുവപ്പും പച്ചയും നിറത്തിലുള്ള കളറുകൾ അല്ലെങ്കിൽ ആ സിഗ്നൽസ് എന്ന് പറയുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ചന്ദ്രനും പുതിയ സൂര്യനെയും പോലെയൊക്കെയാണ്. രാത്രിയാവുന്നതും പകലാവുന്നതും പോലെയാണ്. അതിലെല്ലാം വളരെയധികം പ്ലഷർ ആ കുട്ടി കാണുന്നുണ്ട്. ബിക്കോസ് ടു ഹിം വെൻ ദ വുഡൻ ആം ഓഫ് ദ സിഗ്നൽ ഫോൾസ് ഡൗൺ. പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻസിലുള്ള കാര്യമാണ്. ആ സിഗ്നലിന്റെ ഒരു മരത്തിന്റെ പിടിയുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ വന്ന് വീഴുകയാണ് ചെയ്യുക. അപ്പൊ അത് വീഴുകയും പൊങ്ങുകയും കാണുമ്പോൾ കുട്ടിയുടെ ഇമാജിനേഷൻ മാറുന്നു. കുട്ടിയുടെ ഇമാജിനേഷനിൽ പണ്ട് കുട്ടി കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കഥയിലെ രാജാവും ആ രാജാവിന്റെ വാള് വീശുന്നതായിട്ടൊക്കെ ആയിരിക്കും കുട്ടി ചിലപ്പോൾ ഇമാജിൻ ചെയ്യുന്നുണ്ടാകുക. It is just because of your imagination power. I myself am of little boy's habit in this matter. Now, the author wants to say that he himself wants to be a boy like this. വളരെ ഇന്നസെന്റ് ആയിട്ട് കാര്യങ്ങളെ എല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് കാണുന്നു. നിങ്ങൾ ചെറിയ കുട്ടികളെ ഒബ്സർവ് ചെയ്തിട്ട് കാണാമല്ലോ, അവർക്കൊരിക്കലും പേടിയില്ല. തീയെ പേടിയില്ല, കറണ്ടിനെ പേടിയില്ല, പട്ടിയെ പേടിയില്ല, പൂച്ചയെ പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. പൊള്ളും എന്നുള്ള വികാരം നമുക്ക് മനസ്സിലാവുന്നിടം വരെ നമുക്ക് തീയെ പേടിയില്ല. പൊള്ളി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം തീ എന്ന് പറയുന്നത് തൊട്ടുകൂടാത്ത സാധനമാണ്. So he himself, the author himself, wants to become a little boy like this. They also serve who only stand and wait for 2:15. Their meditations may be full of rich and fruitful things. Many of the most purple hours of my life have been passed at Clapham Junction, which is now, I suppose, underwater. ഇത്രയും പറഞ്ഞു വന്നത് ഈ ക്ലഫാം ജംഗ്ഷൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ്. This is that Clapham Junction. സോ ഈ ക്ലഫാം ജംഗ്ഷനിലായിരുന്നു ഓഥർ അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടങ്ങളിലെ ഭൂരിഭാഗം സമയവും ചെലവഴിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ യങ് ആയിട്ടുള്ള ഏജിൽ ഒരുപാട് സമയം അദ്ദേഹം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ക്ലഫാം ജംഗ്ഷൻ ആക്ച്വലി വെള്ളത്തിനടിയിലായിരിക്കും. I have been there in many moods, so fixed and mystical that the water might well have come up to my waist before I noticed it particularly. ഞാനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ I would be in such a situation that there is a lot of mood swings happening to me, and ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല വെള്ളം കയറി എൻ്റെ അരയ്ക്കൊപ്പം വരെ എത്തിയത് പോലും. But in the case all such annoyances, as I have said, everything depends upon the emotional point of view. ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും നമ്മളെ ഇമോഷണൽ പോയിന്റ് ഓഫ് വ്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയാണുള്ളത്. You can safely apply to the test of almost every one of the things that are currently talked of as typical nuisance of the daily life. ഇതെല്ലാം തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന നമ്മളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നങ്ങളാണ്. ക്ലഫാം ജംഗ്ഷൻ ഒരിക്കൽ കൂടി കാണിക്കുന്നു. For instance, there is a current impression that it is unpleasant to have a run
after one's hat. എക്സാമ്പിൾ വീണ്ടും പറയാണ്. ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ, ഇപ്പോഴത്തെ ചിന്താഗതിയിൽ ആൾക്കാരുടെ ചിന്തക്കനുസരിച്ച് ചിന്തിക്കുമ്പോൾ it is unpleasant to have a run after one's hat. തൊപ്പിയിൽ തലയിൽ നിന്ന് പറന്നു പോയ ഒരു തൊപ്പിയുടെ പുറകെ ഓടുക എന്ന് പറയുന്നത് ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത്ര നല്ല കാര്യമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പലതരത്തിലുള്ള ആൾക്കാർ ഓടുന്നില്ലേ? ഓരോ കാര്യത്തിനു വേണ്ടി ആൾക്കാർ ഓടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഹാറ്റിന് പുറകെ ഓടുന്നതിന് പ്രശ്നമുള്ളത്? Why should it be unpleasant to the well-ordered and pious mind? എന്തുകൊണ്ടായിരിക്കും ഈ വെൽ ഓർഡേർഡും പയസുമായിട്ടുള്ള മനസ്സുകൾക്ക് തൊപ്പിക്ക് പുറകെ പായുന്ന ഒരാൾ എന്ന് പറയുന്നത് അൺപ്ലസന്റ് ആയിട്ടുള്ള കാഴ്ചയാകുന്നത് എന്തുകൊണ്ടാണ്? നോട്ട് മിയർലി ബിക്കോസ് ഇറ്റ് ഈസ് റണ്ണിങ് എക്സോസ്റ്റസ്. അതിന് കാരണം നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫിസിക്കൽ ടെൻഷൻസ് ഉണ്ടാകുന്നു എന്ന് ഉള്ളത് കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള ഗെയിംസിലും സ്പോർട്സിലും പങ്കെടുക്കുന്നില്ലേ? അവരെല്ലാരും തന്നെ ഓടുകയല്ലേ ചെയ്യുന്നത്? The same people run much faster in games and sports. The same people run much more eagerly after an uninteresting little leather ball than they will after a nice silk hat. ഇതേ ആൾക്കാർ തന്നെയല്ലേ അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയൊരു ലെതർ ബോളിന്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. അപ്പൊ ഓടുക എന്ന് പറയുന്നത് ഒരു നീചമായിട്ടുള്ള പ്രവൃത്തിയൊന്നുമല്ല. പക്ഷെ അതിലുമൊക്കെ എത്രയോ നല്ലതാണ് നമ്മളെ പറന്നു പോകുന്ന ഒരു സിൽക്ക് ഹാറ്റിന്റെ പുറകെ പോകുന്നത്. ആൻഡ് വൈ ഡസ് ദാറ്റ് ബിക്കം ആൻ അൺപ്ലസന്റ് ആക്ടിവിറ്റി? അത് എന്തുകൊണ്ട് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറും? See, people are running. Whenever they need something, they run behind it. അപ്പോ ആവശ്യം എന്താണോ അതിനനുസരിച്ചാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്, അല്ലെ? ഈ പിക്ചറിൽ നിങ്ങളിപ്പോ കാണുന്നത് ആക്ച്വലി ഒരു ആർമി റിക്രൂട്ട്മെന്റ് റേസ് ആണ്. Now here everyone is running to reach that particular final point before a limited time. ആ ഒരു തന്നിരിക്കുന്ന ടൈം പീരീഡിനുള്ളിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഓടുന്നത്. And God knows how many get selected and how many falls down. Because I have seen the recruiting scene with my bare eyes. ഞാൻ നേരിട്ട് കണ്ടതാണ്. My brother had gone for a recruitment, army recruitment, navy recruitment. അതിൽ ഞാൻ കണ്ടതാണ്. എത്രയോ റൗണ്ട് ഓടണം, 7 to 8 റൗണ്ട്സ് അങ്ങോട്ട് ഓടണം. വലിയൊരു ഗ്രൗണ്ടാണ്, തന്നിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ ഓടി അതിനുള്ളിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ യു ആർ ഔട്ട് ഫിസിക്കൽ ടെസ്റ്റിൽ. സോ അതിലൊക്കെ എത്രയോ നല്ലതാണ് if you run behind a flying hat. There is an idea that it is humiliating to run after one's hat. And when people say it is humiliating, they mean that it is comic. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഐഡിയ ഉണ്ട്, ഒരു ചിന്താഗതി ഉണ്ട്, that it is humiliating to run after one's hat. നഷ്ടപ്പെട്ടു പോയ ഒന്നിന്റെ പുറകെ പോവുക എന്ന് പറയുന്നത് ഹ്യൂമിലിയേറ്റിംഗ് ആണ് എന്നാണ് ആൾക്കാരുടെ ചിന്ത. അതാണ് ഇന്നത്തെ ഐഡിയ. ആൻഡ് ബൈ ദ ടേം ഹ്യൂമിലിയേറ്റിംഗ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോമിക്, തമാശയായിട്ടാണ് ആൾക്കാർ അതിനെ കാണുന്നത്. ഇറ്റ് certainly is comic. ശരിയാണ്, കോമിക് ആണ്. ബട്ട് മാൻ is a very comic creature. And most of the things he does are eating, for instance. And the most comic things of all are exactly the things that are most worth as making love. ശരിയാണ്, മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ ഒരു കോമിക് ആയിട്ടുള്ള ക്രീച്ചർ അല്ലേ? അപ്പൊ പിന്നെ ചെയ്യുന്ന കൃത്യങ്ങളെല്ലാം തന്നെ കോമിക് ആവില്ലേ? ചിന്തിച്ചു നോക്ക്. ഭക്ഷണം കഴിക്കുക കോമിക് അല്ലേ? തമാശയല്ലേ? എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള കഴിക്കുന്നതല്ല, അധികമായി കഴിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ആവശ്യമില്ല സത്യത്തിൽ, നമുക്ക് ആവശ്യമുള്ളത് കഴിച്ചാൽ പോരെ. And the most comic things of all are exactly the things that are most worth as making love. ഏറ്റവും കോമിക് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും, നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും, അതായിരിക്കും ഏറ്റവും വർത്ത് ആയിട്ടുള്ളത്, ഏറ്റവും മൂല്യമുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത്രയും കോമിക് എന്ന് നിങ്ങൾ പറഞ്ഞ് തള്ളിക്കളയുന്ന കാര്യങ്ങളായിരിക്കാം. A man running after a hat is so ridiculous as a man running after a wife. എന്നാണ് പറയുന്നത്. തമാശയല്ലേ? ആ തൊപ്പിയുടെ പുറകെ പോകുന്നത് എന്ന് പറയുന്നത് സത്യത്തിൽ വൈഫിന്റെ പുറകെ ഓടുന്നതിന് തുല്യമാണ്. അത്രയും നിജമായിട്ടുള്ളതാണ്, റിഡിക്കുലസ് ആണ്, സ്റ്റുപ്പിഡ് ആണ്.
Now man could, if he felt rightly in the matter, run after with the manliest ardor and the most sacred joy. At the same time, man, വേണമെങ്കിൽ മനുഷ്യന്മാർക്ക് ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ജോയുടെ പുറകെ വേണമെങ്കിൽ ഓടാം. He might regard as a jolly huntsman pursuing wild animal. ഇതേ വ്യക്തി, ഇതേ മനുഷ്യന് തന്നെ ഒരു വൈൽഡ് ആനിമലിന്റെ പുറകെ ഓടുന്നതിന് യാതൊരു പ്രശ്നമില്ല. For certainly I am inclined to believe that hat hunting days will be the sport of upper classes in the future. ഒരുപക്ഷെ നാളത്തെ ഫ്യൂച്ചറിലുള്ള കാലഘട്ടത്തിൽ അപ്പർ ക്ലാസ് സൊസൈറ്റിയുടെ ഒരു വലിയൊരു ഗെയിം ആയിരിക്കാം ചിലപ്പോ ഹാറ്റ് ഹണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോ ഹണ്ടിങ് ഫോർ an animal is also just like hunting for the hat. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നമുക്കുണ്ടാകുന്ന കാഴ്ചപ്പാടിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. Their meet of ladies and gentlemen on some high ground on a gusty morning, they will be told that the professional attendants have started a thicket, or whatever be the technical term, that this employment will in fullest degree combine sport humanitarianism. അങ്ങനെ വരുമ്പോ ടിക്കറ്റ് വെച്ച ആൾക്കാർ ഇതെല്ലാം കാണാനും കയറാനും വരുന്ന കാലഘട്ടം ഉണ്ടാകുമ്പോ ഹാറ്റ് ഹണ്ടിങ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്പോർട്ട് ഐറ്റം ആയിട്ട് മാറും. ബട്ട് നോട്ട് നൗ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഹാറ്റിന് പുറകെ ഓടുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ദാറ്റ് ഇസ് ഹൗ ദ വേൾഡ് തിങ്സ്. അങ്ങനെയാണ് ലോകം മൊത്തം ചിന്തിക്കുന്നത്. The hunters would feel that they were not inflicting pain. Nay, they would feel that they were inflicting pleasure, rich, righteous pleasure, upon the people who were looking on. ഒരു പ്രേനെ ഹണ്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ഇരയെ ഹണ്ട് ചെയ്യുന്ന സമയത്ത് ഹണ്ടേഴ്സിനുണ്ടാകുന്നത്, ഹണ്ടേഴ്സ് they don't understand that they are inflicting pain on others. ആ ഇരയുടെ പുറത്ത് വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഹണ്ടേഴ്സ് മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. പക്ഷെ അവർക്ക് എന്താണത് തോന്നുന്നത്? അവർക്ക് തോന്നുന്നത് പെയിന് പകരം പ്ലഷറാണ് ആനിമലിന് കൊടുക്കുന്നത് എന്നാണ്. എന്തുകൊണ്ട്? ബിക്കോസ് പീപ്പിൾ ഹു ആർ ലുക്കിംഗ് അപ്പോൺ ദം, മറ്റുള്ളവർ അവരെ കാണുമ്പോ അല്ലെങ്കിൽ അതിലേക്ക് നോക്കുന്നത് അറിയുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ആ മൃഗത്തിനെ ഞാൻ വേദനിപ്പിക്കുന്നു എന്നല്ല അവർ ചിന്തിക്കുന്നത്, മറിച്ച് ആ മൃഗത്തിന് ഞാൻ ഒരു പ്ലഷർ കൊടുക്കുകയാണ് എന്നാണ് ചിന്തിക്കുന്നത്. When last I and all gentlemen after his hat and Hyde Park, I told him that heart so benevolent as his ought to be filled with peace and thanks at that thought of how much unaffected pleasure his every gesture and bodily attitude were at that moment giving to the crowd. അപ്പൊ ഞാനാണെങ്കിൽ അത് അദ്ദേഹത്തിനോട് തുറന്നു പറയും, നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ബോഡ്ലി ആറ്റിറ്റ്യൂഡ് എത്രത്തോളം സമാധാനത്തോടു കൂടിയുള്ള കാര്യമാണ്. നിങ്ങൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ലല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഹാറ്റിന് പുറകെ ഓടുകയല്ലേ ചെയ്യുന്നുള്ളൂ, അതിലല്ലേ നിങ്ങൾ പ്ലഷർ കണ്ടെത്തുന്നുള്ളൂ, നല്ല കാര്യമല്ലേ. The same principle can be applied to every other typical domestic worry. ഇതേ ആറ്റിറ്റ്യൂഡ്, ഇതേ പ്രിൻസിപ്പിൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളില്? A gentleman trying to get a fly out of his milk or a piece of cork out of his glass. ഈ നമ്മുടെ പാലിലോ ചായയിലോ ഒക്കെ ഒരു ഈച്ച വന്ന് വീണിട്ടുണ്ടെങ്കിൽ നമുക്കറിയാതെ എത്ര ബുദ്ധിമുട്ടാണ് അതിനെ, ചെറുതാണെങ്കിൽ പ്രത്യേകിച്ച്, വലിയ ഈച്ചയല്ല ചെറിയ ഈച്ചയൊക്കെ ആണെങ്കിൽ നമുക്കറിയാതെ എത്ര ബുദ്ധിമുട്ടിയല്ല നമുക്ക് അതിനകത്ത് നിന്ന് ഒന്ന് എടുത്തു കളയാൻ പറ്റും അല്ലെ. നമ്മൾ കൈ വെച്ചിട്ട് മെല്ലെ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മെല്ലെ ഒന്നിങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഈച്ച അവിടെ നിന്ന് മെല്ലെ പറക്കും. പിന്നെ അതിന്റെ പുറകെ നമ്മൾ ഇച്ചിരി ഒന്ന് വട്ടം കറക്കണം. അപ്പോൾ വീണ്ടും ഈച്ച ഇച്ചിരി കൂടി സ്പീഡിൽ പറക്കാൻ ശ്രമിക്കും, പക്ഷെ അതിന് പറന്ന് പൊങ്ങാൻ പറ്റത്തില്ല. Or think about a situation where a person is trying to pull out the cork out of his glass of wine. ഒരുപാട് ക്ഷമ വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ദേഷ്യം പിടിക്കും, പണ്ടാരം അവിടെ വെച്ചിട്ടങ്ങ് പോകും അല്ലെ, ഗ്ലാസ് ഒക്കെ പട്ടേന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടൊക്കെ പോകും. അല്ലെങ്കിൽ ആ പാലും അല്ലെങ്കിൽ ചായയൊക്കെ അതുപോലെ അങ്ങ് ഒഴിച്ചു കളയും ദേഷ്യം പിടിച്ചിട്ട്. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിലൂടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ
just think as something of something else. Just think for a moment of the patience of anglers sitting by dark pools, and let be irradiated with gratification and repose. അങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത്, ക്ഷമ നശിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇരുട്ടുള്ള ഒരു പൂളിനടുത്ത് അരികിൽ വന്നിരുന്ന ആംഗ്ലേഴ്സ്, ഈ മീൻ പിടിക്കാൻ ചൂണ്ടടിക്കുന്ന ആൾക്കാർ, അത് എത്രത്തോളം ക്ഷമയോടുകൂടിയാണ് അവരവിടെ ഇരിക്കുന്നത് ആ സാധനം പിടിച്ചുകൊണ്ട്. സോ അത്തരത്തിലുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങളുടെ മനസ്സിൽ സന്തോഷം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പേഷ്യന്റ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. I have known some people of very modern views driven by their distress to the use of theological terms to which they attached no doctrinal significance, merely because a drawer was jammed tight and they could not pull it out. മോഡേൺ വ്യൂസ് വെച്ച് പുലർത്തുന്ന ഒരുപാട് പേരെ എനിക്കറിയാം നേരിട്ട്. അവരുടെ ഡിസ്ട്രസ്സില് അവരുപയോഗിക്കുന്ന തിയോളജിക്കൽ ആയിട്ടുള്ള ടേംസ് യാതൊരു തരത്തിലുള്ള ഡോക്ടറിനൽ സിഗ്നിഫിക്കൻസും ഇല്ലാതെ അവർ എത്രത്തോളം ബിബ്ലിക്കൽ ടേംസ് അല്ലെങ്കിൽ തിയോളജിക്കൽ ആയിട്ടുള്ള ടേംസ് ആണ് അവര് വലിച്ചു പറയുന്നത് അല്ലെങ്കിൽ ഉറക്കെ പറയുന്നത്. എപ്പോ? വേറൊന്നുമല്ല, അവരുടെ മേശയുടെ വരിപ്പ് അവിടെ എവിടെയെങ്കിലും ഒന്ന് കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങള് അറബി ഒട്ടകവും പി മാധവൻ നായരും ആ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോ മുകേഷ് അതിനകത്ത് ആ ഭാവനേനെ ഇടിച്ചിട്ട് ഭാവനനെ പിടിച്ച് ഡിക്കിയിലൊക്കെ ഇടുന്ന ഒരു രംഗമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. ആ രംഗത്തില് മുകേഷ് അതിന് ശേഷം വന്നിട്ട് കാറിൽ സീറ്റിൽ കയറി ഇരുന്നിട്ട് ആ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ വലിക്കുന്ന ഒരു രംഗമുണ്ട് അല്ലെ. 1 വലിച്ചു, 2 വലിച്ചു, 3 വലിച്ചിട്ട് ഒന്നും വരുന്നില്ല, വലിയോട് വലിയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒന്ന് കാമായിട്ട് പിന്നെ ഒന്ന് വലിച്ചു കഴിഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് അത് വന്നു അല്ലെ. നമുക്കും ചില സമയത്ത് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാനൊക്കെ ആയിട്ട് സീറ്റിൽ കയറി വലിക്കുമ്പോഴായിരിക്കും സീറ്റ് ബെൽറ്റ് വരില്ല. അപ്പൊ നമ്മൾ വീണ്ടും ശക്തിയോടുകൂടി വലിക്കും, പക്ഷെ വരില്ല. അതേ സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള ഈ മേശയുടെ വരിപ്പ്. ഈ പ്രത്യേകിച്ച് മരത്തിന്റെ ഒക്കെ മേശയാണെങ്കിൽ അറിയാം, ചിലപ്പോൾ മഴക്കാലം ഒക്കെ ആണെങ്കിൽ ഒരു അല്പം ടൈറ്റ് ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ തന്നെയോ നമ്മൾ ചില സമയത്ത് വലിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ടല്ല പോരുന്നെങ്കിൽ, ഒരേ ലെവലിലല്ല പോരുന്നെങ്കിൽ അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഫ്രിക്ഷൻ വന്ന് അത് സ്റ്റക്ക് ആയിട്ട് അവിടെ നിൽക്കും. അപ്പൊ നമ്മൾ വലിച്ചു പറിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ അറിയാതെ നമുക്ക് കുറെ വാക്കുകളൊക്കെ നമ്മുടെ വായിൽ നിന്ന് വന്നു പോകും. A friend of mine was particularly in this way. Every day his drawer was jammed, and every day in consequence something else that rhymes to it. But I pointed out to him that this is of wrong was really subjective and relative. It rested entirely upon assumption that the drawer could, should, and would come out, said. Picture to yourself that you are pulling against powerful and oppressive enemy. The struggle will become merely and not exasperating. Imagine that you are up lifeboat of the sea. വലിച്ചിട്ട് വരാതിരിക്കുന്ന സമയത്ത് എന്താ നിങ്ങൾ ചിന്തിക്കേണ്ടത്? നിങ്ങളൊരു ഒപ്രസീവ് ആയിട്ടുള്ള എനിമിയുമായിട്ടുള്ള ഒരു പുള്ളിങ്ങിലാണ് ഏർപ്പെടുന്നത്. അല്ലെങ്കിൽ imagine that you are roping up a fellow creature out of the alpine crevasse. മഞ്ഞിന്റെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന ഗ്യാപ്പില് വീണു പോകുന്ന ആൾക്കാരെ വലിച്ചു കയറ്റുമ്പോൾ നിങ്ങൾ എത്രത്തോളം കെയർഫുൾ ആയിട്ടാണ് നിങ്ങൾ അത് ചെയ്യുക? കാരണം എന്താ? മഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് ആൾക്കാരെ വലിച്ചു മുകളിലേക്ക് കയറ്റുക. അങ്ങനെയാന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? ഇമാജിൻ ഈവൻ ദാറ്റ് യു ആർ എ ബോയ് അഗെയിൻ ആൻഡ് എൻഗേജ്ഡ് ഇൻ എ ടഗ് ഓഫ് വാർ ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്. ഫ്രഞ്ച് സൈന്യവും ഇംഗ്ലീഷ് സൈന്യവും തമ്മിൽ ഒരിക്കലൊരു വടംവലി മത്സരം നടന്നിട്ടുണ്ടായിരുന്നു, ഒരു യുദ്ധത്തിനിടയിലുള്ള സമയത്താണ്. സോ അതുപോലെ വളരെ ടാക്ട്ഫുൾ ആയിട്ട് വടം വലിക്കുന്നതിന്റെ വീഡിയോസ് നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം അല്ലെ. എത്ര ടാക്ട്ഫുൾ ആയിട്ടാണ് ആൾക്കാർ എതിർ ടീമിനെ വലിച്ചിടുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സോ അത്രയും ടാക്ട്ഫുൾ ആയിട്ട് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തൂടെ? Shortly after saying this, let him. But I have no doubt at all that my words bore the best possible fruit. ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഞാൻ അവനെ അങ്ങ് വിട്ടു. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഞാൻ ആ പറഞ്ഞ ഓരോ വാക്കും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടായി, അതിനകത്ത് നിന്ന് ഫലവത്തായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടായി.
have no doubt that every day of his life he hangs on to the handle of the drawer with a flushed face and eyes bright with battle, uttering encouraging shouts to himself and seeming to hear all round him the roar of an applauding ring. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസവും അദ്ദേഹം ചിലപ്പോൾ ഡെയിലി രാവിലെ ഇതായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഒരു തോട്ടായിട്ടും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു തോട്ടായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവുക. So do not think that it is an altogether fanciful or incredible to suppose that even the floods in London may be accepted and enjoyed practically. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലണ്ടനിലുണ്ടായ ഫ്ലഡ്സ്, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നൊരിക്കലും അടച്ചു പറയരുത്. Nothing beyond inconvenience seems really to have been caused by them. ആ ഫ്ലഡ് കൊണ്ട് സത്യത്തിൽ വേറെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നമുക്ക് ചെറിയ ഇൻകൺവീനിയൻസ് ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് ഇൻകൺവീനിയൻസ്, as I have said, is only one aspect, and that the most unimaginative and accidental aspect of a really romantic situation. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഇൻകൺവീനിയൻസ് എന്നുള്ളത്. ഒട്ടും ചിന്തിക്കാൻ കഴിവില്ലാത്ത, ഇമാജിനേറ്റീവ് അല്ലാത്ത ഒരാളുടെ കാഴ്ചപ്പാടിലാണ് ഇൻകൺവീനിയൻസ് വലിയൊരു പ്രോബ്ലം ആകുന്നത്. അതർവൈസ് ഇറ്റ്സ് സംതിങ് വിച്ച് ഇസ് റിയലി റൊമാൻറ്റിക്. An adventure is only an inconvenience rightly considered. An inconvenience is only an adventure wrongly considered. അഡ്വഞ്ചർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ ശരിയായിട്ടുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോഴാണ്. അതേസമയം ഒരു ഇൻകൺവീനിയൻസോ നേരെ തിരിച്ചു. The water that girdled the houses and shops of London have only increased their previous witchery and wonder. For as the Roman Catholic priest in the story said, wine is good with everything except water. And on a similar principle, water is good with everything except wine. അപ്പൊ ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ എല്ലാം ഒന്ന് എന്താണ് അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന തരത്തിലെ ഇപ്പൊ അവിടെ കയറിയപ്പോ വെള്ളം കയറിയപ്പോ ഉണ്ടായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളൂ. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പണ്ടുണ്ടായിട്ടുള്ള വിച്ചറിയും വണ്ടറും ഒക്കെ തന്നെ ഇന്നും ഉണ്ടായിട്ടുള്ളൂ, ഒരല്പം കൂടുതൽ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. Because as the Roman Catholic priest ഒരിക്കൽ പറഞ്ഞ പോലെ, അദ്ദേഹത്തിന്റെ കഥയിൽ ഒരിക്കൽ പറഞ്ഞ പോലെ, wine is good with everything except water. And on a similar principle, water is good with everything except wine. With that, we come to the end of the portion. I hope you have understood the chapter. If you have any doubts regarding the same, you may ask it. And Prem sir, over to you. Yes, Subin, thank you very much. Thank you, sir. നല്ല ഒരു കോംപ്ലക്സ് ലെസൺ ആയിട്ടാ തോന്നിയത് എനിക്ക്. ഒരു എന്താ റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ് എന്നുള്ള ഇതും. I'll just switch off the recording. Okay, fine.